നമ്മുടെ തൊട്ട അയൽരാജ്യമായ അയൽരാജ്യം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ സഹോദര രാജ്യമെന്നോ നമ്മുടെ ഒരു സാറ്റലൈറ്റ് കൺട്രി എന്നൊക്കെ വിളിക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശ് അതിഭയങ്കരമായ പ്രശ്നത്തിൽ കൂടി വലിയ കലാപത്തിൽ കൂടി കടന്നുപോവുകയാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഈ ബംഗ്ലാദേശിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടാക്കിയില്ല. പ്രതിപക്ഷ പാർട്ടികൾ പലതും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന BNP തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. ബംഗ്ലാദേശിൽ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കർ അവരുടെ ജിഹുയായിട്ടുള്ള മാധ്യമവും പത്രവും അതുപോലെ മീഡിയ വൺ ചാനലൊക്കെ കുറ്റപ്പെടുത്തി. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അവിടെ ജനാധിപത്യം അത്ര ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന ആശങ്ക രേഖപ്പെടുത്തി. ഷെയ്ഖ് ഹസീന നയിക്കുന്ന സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷെ അധികം വൈകാതെ അവിടെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടായി. ഇപ്പം അതിന് ജെൻസി പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ സമരം ചെയ്തതെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ സർവീസിലുണ്ടായിരുന്ന സംവരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനെതിരായിട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും അത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ ചെന്നാണ് അവസാനിച്ചത്. ഹസീന ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. അവരെ പിന്നീട് കോടതി അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ആ വിധി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല, അവരെ വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഈ വിദ്യാർത്ഥി സമരത്തിന് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന് ഒരു ഇന്ത്യ വിരുദ്ധ സ്വഭാവമുണ്ട്. ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും കൂട്ടുചേർന്നാണ് ഈ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എന്ത് കലാപം നടന്നാലും അത് ആത്യന്തികമായിട്ട് അവസാനിക്കുന്നത് രണ്ടു കൂട്ടരുടെ നെഞ്ചത്താണ്. ഒന്ന് ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗുകാരുടെ നെഞ്ചത്തും, പിന്നെ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെ പുറത്തും. അപ്പോൾ ഒരു കൂട്ടരുടെ നെഞ്ചത്തും ഒരു കൂട്ടരുടെ പുറത്തുമായിട്ട് ഈ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് ആളിക്കത്തിയിരിക്കുന്നത് കാരണം ഇന്ത്യയെ വെട്ടിമുറിക്കും. ബീഹാറും പശ്ചിമ ബംഗാളും ആസാമും മേഘാലയയും ത്രിപുരയും എല്ലാം കൂടി ചേർന്ന ഒരു വിശാല ബംഗ്ലാദേശ് രൂപീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു യുവ രാഷ്ട്രീയക്കാരൻ. അയാൾ അവിടുത്തെ ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഏതോ സംഘടനയുടെ നേതാവായിരുന്നു. നമ്മുടെ റൌഫ് ഉണ്ടായിരുന്നില്ലേ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ സെക്രട്ടറി ആയിരുന്ന റൌഫ്. ഇവിടുത്തെ ഇൻസ്പെക്ടറെ ഞങ്ങൾക്കറിയാം. അയാളുടെ ഭാര്യ ഏത് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്കറിയാം. അയാൾ ഏത് വഴിക്കാണ് വീട്ടിൽ പോകുന്നത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഭീഷണമായ പ്രസംഗങ്ങൾ നടത്തിയത് റൌഫിനെ ഇടക്കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നു. NIA കൊണ്ടുപോയതാണ്. പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ് കേട്ടത്. റൌഫ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും, സന്തോഷമായിട്ട് കഴിയുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. ബംഗ്ലാദേശിലെ ഒരു റൌഫായിരുന്നു ഈ പറഞ്ഞ ആൾ. ഇയാൾ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് ആരോ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ആരാധകരും അവിടുത്തെ സമാധാന പ്രേമികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഉടനെ ഇളകി വശായി. അവർ ഉടനെ തന്നെ സർക്കാർ ഓഫീസുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുകൊണ്ടു, പോലീസിന് നേരെ ആക്രമണം. ബംഗബന്ധു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന, ഇപ്പം രാഷ്ട്രപിതാവല്ല, മുല്ലയാസി സീറ്റിൽ നിന്ന് മാറ്റി, മുൻ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വീട് ഇടിച്ച് നിരത്തി. അത്രയും സംഗതികളൊക്കെ ചെയ്തു. അതുകൊണ്ട് അരിശം തീരാൻ അവരെ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഡാക്കയിൽ കലാപമാണ്, എല്ലാ സ്ഥലത്തും രാജ്യഷാഹിയിൽ കലാപമാണ്, ചിറ്റഗോങ്ങിൽ കലാപമാണ്, മൈമൻ സിംഗിൽ കലാപമാണ്. ബംഗ്ലാദേശിൻ്റെ എല്ലാ പട്ടണങ്ങളിലും ഉൾനാടുകളിലും കലാപം ആളിപ്പടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് ഭീകരമായി മർദ്ദിക്കുന്നു. അയാളെ തുടർന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കരുതിയ വിചാരിക്കും. കാണാത്തവർ കാണരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം അത് കാണാൻ അത്ര സുഖമുള്ളൊരു കാഴ്ചയല്ല. പിന്നെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകൾ അവർക്ക് കാണാൻ സന്തോഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം ഇന്ത്യ ഗവൺമെന്റിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള ഒരു വലിയ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ബംഗ്ലാദേശിലുമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മാതൃഭൂമിയായി ഇന്ത്യയിലുമുണ്ട്. ഈ സകല വിഷയങ്ങളെക്കുറിച്ചും അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന നമ്മുടെ മീഡിയ വൺ ചാനലിലെ ബുദ്ധിജീവികൾ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ കാര്യമായിട്ടൊന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല.
ഞാൻ കാണാത്തതാണോ അവർ നടത്താത്തതാണോ എന്ന് അറിയില്ല. അവർക്ക് ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മാത്രമേ ആകെ ആശങ്ക. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളും അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും ഇറാഖിലെയും സൗദി അറേബ്യയിലെയൊക്കെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വലിയ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഇവരെവിടക്കിടക്ക് നെടുവീർപ്പിടുകയും അവരുടെ വെൽബീയിങ്ങിൽ, അവരുടെ ഉത്കർഷത്തിലും അവരുടെ ഐശ്വര്യത്തിലും അവരുടെ അഭിവൃദ്ധിയിലും അസൂയ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരിൽ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ പറയാൻ പോകുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വലിയ സമാധാന പ്രേമികളായിട്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക പാകിസ്ഥാനിൽ എന്താണ് ചെയ്യുന്നത്, കാശ്മീരിൽ എന്താണ് ചെയ്യുന്നത്, ബംഗ്ലാദേശിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അനുഭവ പാഠമായിട്ട് കൂടി ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങൾ വിചാരിക്കപ്പെടേണ്ടതാണ്, ആ രീതിയിൽ വായിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പറയുന്നുണ്ടൊന്നും ഇവരാരും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ മൗദൂദികളെ മച്ചമ്പികളായിട്ട് കൊണ്ടുനടക്കുന്ന കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം.